ഈ ഈ കളർ കോഡ് എന്നൊക്കെ പറഞ്ഞ വയനാട് കളർ കോഡ് കോണ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പോലെ ചെറിയ പിള്ളേർക്ക് നിങ്ങൾ വിഡ്ഢിത്തം ഓതി കൊടുക്കുമ്പോൾ തമ്മിൽ തമ്മിൽ കുഴി ചാടിക്കണ വിഡ്ഢിത്തം മാത്രം ഓതി കൊടുക്കുന്ന വിഷമാണ് ഓതി കൊടുക്കണം. വിഡ്ഢിത്തം, അറിവില്ലായ്മ. അറിവുള്ളത് പകർന്നു കൊടുക്കുന്നതാണ്, തമ്മിൽ തമ്മിൽ പുഷ്ടിപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. അപ്പോൾ നിങ്ങൾ വിഡ്ഢിത്തം ഈ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ്, ആൻറ്റി ക്രൈസ്റ്റ് ഹിന്ദുസ്, ആൻറ്റി ക്രൈസ്റ്റ് ശോഷിച്ച മുസ്ലിംസ്, ഇതൊക്കെ അവർ കുമ്മുട്ടി കോലായി പറയും. അവർ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സ്വാമി വേഷം കെട്ടി കുടിച്ചിലൊക്കെ കെട്ട് ജീവനകത്ത് വിഗ്രഹങ്ങളെ ആരാധിച്ച് നടക്കും. എൻ്റെ ജീവനില്ലാത്ത വിഡ്ഢി സമയങ്ങളിൽ ഓരോന്ന് ആഘോഷിക്കും. പീസ് ടു ഓൾ യു എൻ്റർ ഇയർ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വയ്ക്കും. പക്ഷെ അതല്ല, നിങ്ങൾ ഓൾറെഡി സമാധാനമില്ലാത്ത വിഡ്ഢികളാണ്. സ്വയം നാവുകൊണ്ട് ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് സ്വന്തം മക്കളെ വരെ കുഴിയിൽ ചാടിക്കണ, നിങ്ങളുടെ തള്ളയും തന്ത വരെ നിങ്ങളെ കുഴിയിൽ ചാടിക്കും. നിങ്ങൾ കുണ്ടനായ കൂത്തിച്ചി മക്കളെ പുണ്ടച്ചി എന്നൊക്കെ പറയണം, തുണ്ടച്ചിയും എന്നൊക്കെ. അങ്ങനെയുള്ളവർ നിങ്ങളുടെ തന്ത കുണ്ടനാന്ന് പിന്നെ അറിയും. നിങ്ങളപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കുക. കുറേ നാൾ കഴിയുമ്പോൾ എല്ലാം ഇല്ലാണ്ടാവും. നിങ്ങളൊക്കെ നാവ് നിലച്ച് കിടക്കുന്നത് കാണാൻ ഒരു രസം. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങൾ ശോഷിച്ചാകരുത്. കൊണ്ടിട്ട് പറയുന്നതല്ലേ, കൊണ്ടിട്ട് പറയണത് പറയില്ല, കുടിച്ചിലൊക്കെ കേട്ട് ഇല്ലാണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആക്സിഡൻറ്റ് ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഒരുമിച്ചുണ്ടാവും. മക്കൾ ചിലപ്പോൾ അവശേഷിക്കും. അപ്പോൾ മനസ്സിലാവും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഗോവയിലൊക്കെ. അത് സ്വന്തം തന്തയും തള്ളയൊക്കെ ആക്സിഡൻറ്റ് പറഞ്ഞ ഒരു ആക്സിഡൻ്റ് ആയി ചത്തിട്ട് ആയിരുന്നു കുട്ടി വാങ്ങാൻ എത്ര നിർബന്ധമുള്ളവർ ആദ്യമായിട്ട് കാണുന്നത്. സ്വന്തം തന്തയും തള്ളയും ചെയ്യുന്നത് വിഡ്ഢി റോമൻ കാത്തലിക്സും പാതിരി വേഷം കെട്ടി റിപ്പീറ്റഡ് സാക്രിഫൈസും വിലയില്ലാണ്ട് ചെയ്യുന്നത്. ഓരോ വേഷം കെട്ടി ശോഷിച്ച വാക്കുകളും പറഞ്ഞ് ജീവിച്ചിരിക്കുമ്പോൾ തമ്മിൽ പ്രാർത്ഥിക്കേണ്ടത്, തമ്മിൽ പുഷ്ടിപ്പെടുത്തേണ്ടത്. അതാണ് പ്രാർത്ഥന. ജൽപ്പനും ജപമാരും ആലോചിക്കാൻ പറഞ്ഞു. ജീവനത്തെ പ്രതിമകളെയും എല്ലാ പെണ്ണുങ്ങളും ആണുങ്ങളും ഒരുമിച്ച് തത്രപ്പെട്ട് കല്യാണം കഴിച്ച് മക്കളുണ്ടാക്കി ജോലി ചെയ്യാൻ തത്രപ്പെട്ട് എല്ലാം ഇല്ലാണ്ടാവണം. ജീവനുള്ള ദൈവത്തെ സമയത്ത് നടന്നോളും. എല്ലാം ബൈബിൾ ഇരിക്കുന്നുണ്ട്, ബൈബിൾ വായിക്കാണ്ട് തലയ്ക്ക് വിവരമില്ലാത്ത പോലെ കുറേ ശോഷിച്ച വിഗ്രഹങ്ങളെയും ചെകുത്താൻ ബാധിതരായ മക്കളെ ഡ്രസ്സ് എടുപ്പിച്ച് ആരാധിക്കുകയും മൃഗങ്ങളെ ആരാധിക്കും. എലിയുടെ മോന്തയാണ് നിൻ്റെ അല്ല, കുരുട്ട് മോന്ത. ഈ കത്തിച്ച് കളയുന്നതൊക്കെ അതുകൊണ്ടാണ്. പേരും വിലാസരാണ്ട് കുറേ തവണ കുഴിച്ചിടുന്നതൊക്കെ സമയത്തിന് കാലത്തിന് വന്നു. അതൊന്നും മനസ്സിലാക്കാണ്ട് വെടിത്തത്തിൽ നീങ്ങുന്നത്. നിങ്ങൾ തലയ്ക്ക് പെണ്ണുമാണ് തമ്മിൽ തിരിച്ചറിയാനുള്ള കഴിവില്ലേ? ആണും പെണ്ണും തിരിച്ചറിയാൻ വെട്ടികളാണല്ലോ രണ്ട് ഭാഗകാര്യം. ശോഷിച്ച സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും സ്ത്രീകളെയും നശ്വര മൃഗങ്ങളെയും ആരാധിക്കണം വിഡ്ഢികൾ. അത് ജീവനുള്ള ദൈവത്തിന് അടുത്തോടെ പോവില്ല. അത് സൃഷ്ടിയാണ്. സൃഷ്ടികളെ ആരാധിക്കൂ. സൃഷ്ടിച്ചെന്ന് പറയും. പ്രസവിച്ചു, ഉണ്ടാക്കി, വളർത്തി എന്ന് പറയാം അല്ലേ? അല്ലാണ്ട് സൃഷ്ടിച്ച് വളർത്തി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാക്കാൻ പഠിക്കുക. ജീവനുള്ള ദൈവത്തിൻ്റെ സോൾ ഐഡൻറ്റിറ്റിയാണ്. അത് തന്നെ വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫായിട്ടല്ല. വിഡ്ഢി ക്യാമറയുടെ മുന്നിൽ പ്രൂഫ്. എനിക്ക് വെഡ്ഡി ക്യാമറയുടെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വായ തുറന്ന് ചോദിക്കും. എനിക്കെൻ്റെ ആവശ്യമില്ല. അതിന് മുമ്പ് 500, 200, 1000 വർഷം മുമ്പ് ആരും ജീവിച്ചിട്ടില്ലേ? വെഡ്ഡി ക്യാമറ കെട്ടിപ്പിടിച്ചിരിക്കുമായിരുന്നു. നടക്കേണ്ട സമയത്ത് നടക്കും. എല്ലാം ഇല്ലാണ്ടായി പോകുമ്പോൾ കക്കുസ വരെ ഉണ്ടാവില്ല തൂറി വിടാനായിട്ട്. എല്ലാം പോയി എന്ന് അറിയുമ്പോൾ കത്തിച്ച് കളഞ്ഞ പാടത്ത് എന്ത് കക്കൂസ ഉണ്ടാവാനാണ്? എല്ലാ ഹിസ്റ്ററിയും ആർട്ടിഫിഷ്യാലിറ്റി എല്ലാം പറയിപ്പിച്ച് പറയണത് പറയിപ്പിച്ച് പറയുന്നതാണോ? അല്ല. മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം.